രേണുസുതിക്ക് അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഓമന പേര് നൽകിയതിൽ വലിയ വിമർശനമാണ് പല വിഷയങ്ങളും രേണുവിനെ എതിർക്കുന്നവർ പോലും ഉയർത്തുന്നത്. എന്തൊക്കെ വെറുപ്പും വിമർശനവും ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഇത്തരം ഒരു മോശം വിശേഷം ഏത് ടാസ്കിന്റെ പേരിലായും നൽകാൻ പാടില്ല എന്നാണ് പ്രേക്ഷകരിലെ വലിയൊരു വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ പരിധികൾക്കും അപ്പുറത്തുള്ള ഒരു വിശേഷണമായിരുന്നു അത്. അതിലൂടെ തന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ പോലും മാനസികമായിട്ട് തന്നിലേക്ക് അടുപ്പിക്കാൻ രേണുസുതിക്ക് സാധിച്ചെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു. എന്തായാലും പരാമർശം അതിര് കടന്നുപോയി എന്ന് തോന്നിയതോടെ അക്ബർ ഖാൻ ക്യാമറയ്ക്ക് മുൻപാകെ വന്ന് ജനങ്ങളോട് രേണുസുതിയോട് നേരിട്ട് ക്ഷമാപണം നടത്തിയിട്ടുമുണ്ട്. എന്തായാലും സീസൺ 7 ആദ്യത്തെ വീക്കെൻഡിൽ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് അക്ബർ ഖാന് ശക്തമായിട്ടുള്ള താക്കീതും അതിനപ്പുറത്തേക്കുള്ള നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. മറുവശത്ത് ഇപ്പോഴും അക്ബറിനെ പിന്തുണയ്ക്കുന്നവരും ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. സെപ്റ്റിക് ടാങ്ക് പരാമർശത്തിൽ രേണു ചേച്ചിയുടെ സഹതാപം തോന്നുമ്പോഴും അക്ബർ ഖാനോട് വിരോധം തോന്നാതിരിക്കാനുള്ള ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ കുറിക്കുന്നത്. ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞ ആ ഒരു കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: സെപ്റ്റിക് ടാങ്ക് പരാമർശത്തിൽ രേണു ചേച്ചിയുടെ സഹതാപം തോന്നുമ്പോഴും അക്ബർ ഖാനോട് വിരോധം തോന്നാതിരിക്കാനുള്ള 2 കാരണങ്ങളിലൊന്ന് അയാൾ ജെനുവിനാണ് എന്നതാണ്. പുറത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നും എന്തിന്റെ പേരിലായാലും അവർക്കിത് ഇഷ്ടപ്പെടില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാളായിട്ടും അയാൾ ആ പേര് തന്നെ വിളിക്കുന്നിടത്ത് അത് വെളിവാകുന്നുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ സേഫ് സോണിൽ നിന്ന് ചിലരൊക്കെ ചെയ്തതുപോലെ മറ്റൊരു പേര് വിളിക്കാമായിരുന്നു. പക്ഷേ ആളത് ചെയ്തില്ല. മനസ്സിനുള്ളിൽ ഒരാളെ സെപ്റ്റിക് ടാങ്ക് എന്ന് കരുതുകയും പുറത്ത് പനിനീർ പൂവെ എന്ന് വിളിച്ച് ചിരിച്ച് തലോടുകയും ചെയ്യുന്ന മനസ്സ് പുഴുത്തവരെക്കാളും ആ പേര് തന്നെ വിളിച്ച് തന്റെ അനിഷ്ടം അറിയിക്കുന്നവർ തന്നെയാണ് ജെനുവിൻ എന്ന് പറയുന്നത്. കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒത്തിരി പേരുള്ളപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ അയാൾ തിരഞ്ഞെടുത്തതും അതിനുള്ള കാരണം പറഞ്ഞതും അയാളുടെ ജെനുവിനിറ്റി ശരിവെക്കുന്നു. 2, ഇത് ബിഗ് ബോസിന്റെ ഒരു മൈൻഡ് ഗെയിമാണ്. കൂടെയുള്ളവർക്കിടയിൽ മാനസികമായി അകൽച്ചയുണ്ടാക്കുക എന്നത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ മുതലെടുത്ത് കളിച്ചുകൊണ്ട് മാനസികമായി മറ്റൊരാളെ പരിക്കേൽപ്പിച്ച് അയാളുടെ താളം തെറ്റിച്ച് പുറത്തേക്കുള്ള വഴി തെളിയിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ മറ്റുള്ളവരെ ഏത് വിധേന പുറത്തെത്തിക്കുക എന്നതാണല്ലോ ഗെയിം. അതിനെ കുറ്റം പറയാനും പറ്റില്ല. അതായത് എല്ലാം കളിയുടെ ഭാഗമായി മാത്രവും കാണാവുന്നതാണ്. ബിഗ് ബോസ് ഇതിനെയൊക്കെ തന്നെയുള്ള കളികളുള്ള ഒരു വീടാണ്. കളിയെ കാര്യമായി എടുക്കുന്ന നമുക്കാണ് വട്ട്. വ്യക്തിപരമായി അത്തരം പരാമർശങ്ങളോട് വിയോജിപ്പ് തന്നെ. ഇതായിരുന്നു ആ ഒരു കുറിപ്പിന്റെ പൂർണ്ണ രൂപം. അതോടൊപ്പം തന്നെ ഇതില് രേണു വിക്ടിം കാർഡ് ഇറക്കിയത് തീരെ ശരിയായില്ല എന്നും ഗെയിമായി കാണുക, അക്ബർ ആ പേര് നൽകിയത് അയാളുടെ ഗെയിമാണ്, ആ പേരിലൂടെ അയാൾക്ക് രേണുവിനെ പ്രൊവോക്ക് ചെയ്യാൻ കഴിഞ്ഞു. പുറത്ത് പ്രേക്ഷകർക്കിടയിൽ ചിലർക്കെങ്കിലും രേണുവിനോട് സഹതാപവും തോന്നാൻ കാരണവുമായി. ഇതൊക്കെ ഗെയിമായി കാണൂ എന്ന് പറയുന്നവർ നിരവധി പേരാണ്.